പലരും ലക്ഷങ്ങൾ മുടക്കിയിട്ട് മെർച്ചന്റ് നേവി കോഴ്സ് പഠിക്കുന്നു. എന്നാൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോലിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കേണ്ടി വരുന്നു. ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയോ? ഏജന്റിന്റെ തട്ടിപ്പുകളിൽ ചെന്ന് പെടുന്നത് കൊണ്ടും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് എന്താണെന്ന് കറക്റ്റ് അറിയാതെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നത് കൊണ്ടും. നിങ്ങള് കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന ദിവസം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി ലഭിക്കുന്ന ഒരു മാജിക് ആണ് ശരിക്കും സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ജോലി വെച്ച് തരുന്നു. അതാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് കമന്റ് വന്നിട്ടുള്ളതായിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ട്. സോ അതാണ്. അപ്പൊ നമുക്ക് ഇന്ന് മെർച്ചന്റ് നേവിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് എക്സാം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നല്ല നല്ല കമ്പനീസ്, അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്, അതായത് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡ് വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവരും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് കുട്ടികൾ എനിക്ക് കമന്റ് സെക്ഷനിൽ ആയി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാം എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ഒന്നാണോ, നമുക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ IIT, ജെ, പിന്നെ അതുപോലെ സിവിൽ സർവീസ് എക്സാം, അങ്ങനെയുള്ളൊരു ടൈപ്പ് എക്സാം അല്ല ഇത്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ് ഇത്. ഈ ഒരു എക്സാമില് നിങ്ങളുടെ പഠനത്തിന്റെ നിലവാരം മാത്രമല്ല, നിങ്ങളുടെ സ്റ്റഡീസ് മാത്രമല്ല നോക്കുന്നത്, നിങ്ങൾക്കൊരു കപ്പലിലെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഓഫീസർ ഒക്കെ ആകാൻ സാധിക്കുമോ എന്നുള്ള, അതിന് നിങ്ങൾ മെന്റലി പ്രിപ്പയർ ആണോ എന്നുള്ള ഒരു എക്സാം കൂടിയാണ്. അതുകൂടി ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഇത്. ഈ ഒരു എക്സാമിന് മെയിൻ ആയിട്ടും 4 ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 4 കാറ്റഗറീസിൽ വരുന്നത്, ഒന്നാമത്തേത് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ്, സെക്കൻഡ് വൺ സൈക്കോമെട്രിക് ടെസ്റ്റ്, തേർഡ് വൺ പേഴ്സണൽ ഇന്റർവ്യൂ, ഫോർത്ത് വൺ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. സോ ആദ്യം തന്നെ നമുക്ക് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ച് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ടും നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. ബേസിക് ആയിട്ടുള്ള സിലബസ് ആണ് വരുന്നത്. അത്ര വലിയൊരു ടഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ടൈം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും. അപ്പൊ നിങ്ങൾ സ്പീഡാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എത്രത്തോളം സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. സോ സ്പീഡ് ഇവിടെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണെന്ന് പറയാം. സെക്കൻഡ് വരുന്ന ടെസ്റ്റ് ആണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. ഇത് ആക്ച്വലി നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ജയം അല്ലെങ്കിൽ തോൽവി അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ആൻസർ പരസ്പരം വിരുദ്ധമായിട്ടുള്ള ആൻസർ ആവരുത്. നെക്സ്റ്റ് ഉള്ളതാണ് പേഴ്സണൽ ഇന്റർവ്യൂ. ഇതിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ്, അതുപോലെ ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം ആപ്റ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് പേഴ്സണൽ ഇന്റർവ്യൂല്. പേഴ്സണൽ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഈസി ആയിട്ട് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു വീഡിയോ പോയിട്ടൊന്ന് കണ്ടു നോക്കും. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇന്റർവ്യൂസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ. ലാസ്റ്റ് വരുന്ന ടെസ്റ്റ് ആണ് മെഡിക്കൽ ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ, ഈ ഒരു ഷിപ്പിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ആപ്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ്. അപ്പൊ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ചിട്ട് വലിയൊരു വീഡിയോ തന്നെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയിട്ട് പോകും. അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ, അതായത് മെഡിക്കൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെഡിക്കൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഐസൈറ്റിന്റെ പവർ കാര്യങ്ങളൊക്കെ വരുന്നത്, ഡെക്ക് സൈറ്റിൽ എത്രയാണ്, എഞ്ചിൻ സൈറ്റിൽ എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ സ്ക്രീനിലോ അല്ലെങ്കിൽ ഐക്കാർട്ടിലോ ആയിട്ട് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാം എന്ന് പറയുന്നത് അത്ര വലിയൊരു ടഫ് ആയിട്ടുള്ള എക്സാം അല്ല. ഇനി എങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. നല്ല നല്ല ഷിപ്പിംഗ് കമ്പനീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റില് കരിയർ സെക്ഷൻ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. IMU കണ്ടക്ട് ചെയ്യുന്ന IMU CETയുടെ എക്സാം നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. കാരണം മെർച്ചന്റ് നേവിയിലേക്കുള്ള ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും IMU CET എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ
പഠിക്കാൻ സാധിക്കും. സോ സ്പോൺസർഷിപ്പിന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ IMUCT എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. കമ്പനികളുടെ സ്പോൺസർഷിപ്പ് ഫോം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി തന്നെ എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സാം ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേ പോയിട്ട് എക്സാം എഴുതുക. എനിക്കിപ്പം ഓരോ സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം അതെ ഓൺലൈൻ വഴി ചെയ്യേണ്ടതൊക്കെ കാണിക്കേണ്ടതാണ്. അപ്പം ബേസിക് ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കമ്പനിയാണോ താല്പര്യം എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എപ്പോഴും കരിയർ സെക്ഷൻ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അതായത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം എന്താണെന്നുള്ളത്. പിന്നെ നിങ്ങൾ IMUCT രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. സ്പോൺസർഷിപ്പ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെർച്ചന്റ് നേവിയിലെ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഇന്ന് ഷിപ്പിംഗ് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എഴുതണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ഫോം വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സാം ഡേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എക്സാം ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പ്രിപ്പയർ ആയിട്ട് കൂട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇനി പല കുട്ടികളും അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയോ? കുട്ടികൾ IMUCT എക്സാമിനൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർ മനസ്സിൽ കരുതും എന്താ IMUCT എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം റാങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പതിയെ കമ്പനികളുടെ സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാന്നുള്ളത്. ശരിക്കും ഇത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ, അതായത് IMUCTയുടെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ സ്പോൺസർഷിപ്പ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് IMUCT എക്സാം നടക്കുന്നതിന് മുന്നേ തന്നെ ചില കമ്പനീസ് ഒക്കെ സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോംസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമൊക്കെ സ്പോൺസർഷിപ്പ് എക്സാം അപ്ലൈ ചെയ്യാന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിന് സാധിക്കില്ലല്ലോ. സോ നിങ്ങൾ എപ്പോഴും ഷിപ്പിംഗ് കമ്പനീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എപ്പോഴാണ് ഫോം വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് റിട്ടേൺ ടെസ്റ്റ് പ്രിപ്പറേഷനെ കുറിച്ചിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ട് നിങ്ങൾ 12th പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു എക്സാമിന് വരുന്ന കാര്യങ്ങൾ. സോ ഫിസിക്സിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് നിങ്ങൾ 11th 12th പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ തന്നെ തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, കറന്റ്, ഇലക്ട്രിസിറ്റി, ഇതിൽ നിങ്ങൾ കുറച്ചുകൂടി അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സോൾവ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് ആരും പോവരുത്. ഞാൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് മാത്രം റെഫർ ചെയ്തിട്ട് ആരും പോകാൻ നിൽക്കരുത്. ഇനി കെമിസ്ട്രിയുടെ കാര്യം എടുക്കുന്ന സമയത്ത് അതിലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ NCERTന്റെ 11th 12th മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആക്കണം. കുറച്ചും കൂടി നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് ഓർഗാനിക് റിയാക്ഷൻസ്, ഇനോർഗാനിക് ഇക്വേഷൻസ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി. സോ ഈ പറഞ്ഞതുപോലെ ഇത് മാത്രം ആരും റെഫർ ചെയ്യരുത് കേട്ടാ. ഇത് കുറച്ചുകൂടി നിങ്ങൾ അധികം ഫോക്കസ് കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഡെയിലി റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിലെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. സോ നിങ്ങൾ ഡെയിലി റിവിഷൻ നടത്തിയിരിക്കണം. നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഷോർട്ട് പോയിന്റ്സ് ഒക്കെ കാണുന്ന സമയം പെട്ടെന്ന് നിങ്ങൾ അന്നത്തെ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇത് ഞാനൊക്കെ ഡിഗ്രി ടൈമിലായാലും അല്ലെങ്കിൽ 11th 12th ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ്. അതായത് നമ്മളൊരു ഫുൾ നോട്ട്, ഒരു ഫുൾ പോർഷൻ നമ്മൾ പഠിച്ചത് ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട് വെക്കുവാണെങ്കിൽ ആ പോയിന്റ്സ് മെയിൻ പോയിന്റ്സ് കാണുന്ന സമയത്ത് നമുക്ക് ആ വലിയൊരു പോർഷൻ ഓർമ്മ വരും പഠിച്ച കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ റിവിഷന്റെ ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി മാത്സിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ സ്പീഡ് പ്ലസ് ആക്യുറസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സക്സസും കിട്ടും. കാരണം മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടത്. ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കാൽക്കുലസ്, ട്രിഗ്നോമെട്രി, ഓൾജിബ്ര ഇവയൊക്കെയാണ്. നിങ്ങൾ ടൈമർ വെച്ചിട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് തീർക്കണമല്ലോ. ആൻസേഴ്സ് ഒക്കെ ടൈം അത്രയല്ലേ, ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമല്ലേ വരുന്നുള്ളൂ. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ടൈമർ വെച്ചിട്ട് ഇത്ര ടൈമിനുള്ളിൽ ഞാൻ ഈ പ്രോബ്ലം ചെയ്ത് തീർക്കും എന്നുള്ളത്
പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കും. ആദ്യം തന്നെ ആർക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല. സോ നിങ്ങൾ ടൈമർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ഇനി ഇംഗ്ലീഷിന്റെ സെക്ഷൻ വരുന്ന സമയത്ത് അതിൽ നിങ്ങൾ ഗ്രാമർ നല്ലോണം ഫോക്കസ് ചെയ്യണം. അതായത് ടെൻസസ്, പ്രപ്പോസിഷൻസ് അതൊക്കെ സിമ്പിൾ ആണെന്ന് കരുതിയിട്ട് ഒരിക്കലും ഇഗ്നോർ ചെയ്ത് വിടാൻ പാടില്ല. പിന്നെ വരുന്നത് വൊക്കാബുലറി, ആന്റോണിംസ്, സിനോണിംസ്. ഡെയിലി ഒരു 10 വേർഡ്സ് വെച്ചിട്ടെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു ഹാബിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ടേ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൈനലി പഠിച്ചു കഴിഞ്ഞ് റിവിഷനൊക്കെ കൂളായിട്ടിരുന്ന് ചെയ്യാൻ സാധിക്കും. റീഡിംഗ് ഹാബിറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കോംപ്രഹെൻഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ന്യൂസ് പേപ്പർ വായിക്കുക, അല്ലെങ്കിൽ നോവൽസ്, അതൊക്കെ നിങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രാക്ടീസ് ഗെയിമാണ്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഈ ഒരു ഏരിയയിൽ സ്ട്രോങ് ആവും. ഇതില് കുറച്ച് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ്, നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, പസിൽ ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾ കൺസിസ്റ്റൻസി ആണ് മെയിൻ. അതായത് ഡെയിലി ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയ, അതായത് റീസണിങ്ങിന്റെ ഏരിയ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കൺസിസ്റ്റൻസി മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. യൂട്യൂബിൽ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നതുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടി കിട്ടുന്നതായിരിക്കും. അതുപോലെ എക്സാം ടൈം അനുസരിച്ചിട്ട് ഇപ്പം കുറഞ്ഞ ടൈമിൽ കുറച്ചധികം ആൻസേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യണമല്ലോ. സോ ആ ടൈം മാനേജ്മെന്റ് കൂടി നിങ്ങൾക്ക് അതിൽ പഠിച്ചെടുക്കാൻ പറ്റും. ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ കുറച്ചുകൂടി വീക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ എവിടെയാന്നൊക്കെ ഉള്ളത്. സോ ആ ഒരു ഏരിയ നിങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ, റിവിഷൻ, റിവിഷൻ. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം പഠിച്ചു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടിട്ട് പോകരുത്. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇന്ന് റിവൈസ് ചെയ്യുക, ഇന്നലെ ഇന്നും പഠിച്ച കാര്യങ്ങൾ നാളെ റിവൈസ് ചെയ്യുക. സോ റിവിഷൻ നിങ്ങൾ മുടക്കാതിരിക്കുക. ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് ആണ്. നിങ്ങൾ ഇതിൽ ഹോണസ്റ്റ് ആയിട്ടിരിക്കുക, സത്യസന്ധതയോട് കൂടിയിട്ട് ആൻസർ ചെയ്യുക. കാരണം നിങ്ങൾ ഒരു തവണ എന്തെങ്കിലും ഒരു കാരണത്തിൽ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചും മറിച്ചും വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ കളവ് പറഞ്ഞു പോകും. അതായത് നിങ്ങൾ സത്യം പറഞ്ഞു, ആദ്യം പറഞ്ഞ കളവാണെങ്കിൽ പിന്നെ നിങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കുമ്പം അറിയാതെ സത്യം പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആദ്യം പറഞ്ഞത് കളവായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. സോ ഹോണസ്റ്റ് ആയിട്ട് ഈ ഒരു എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. പേഴ്സണൽ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്പോൺസർഷിപ്പിന്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫേസ് ടു ഫേസ് അവരെ ഫേസ് ചെയ്തിട്ട് സംസാരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനുള്ളൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മെർച്ചന്റ് നേവി റിലേറ്റഡ് ആവുന്നത് ബെസ്റ്റ് ആയിരിക്കും. ആ ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിക്കുക. അങ്ങനെ നിങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പേടി കൂടാതെ ഒരാളുടെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇതുവഴി സാധിക്കും. സോ നിങ്ങൾക്ക് മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ട് നല്ല അറിവുണ്ടായിരിക്കണം. എന്തൊക്കെ കപ്പലാണ്, എന്തൊക്കെ ടൈപ്പ് ഷിപ്പുകളൊക്കെയാണ് ഉള്ളത്, നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കുക, കോൺഫിഡൻറ്റോടുകൂടി സംസാരിച്ച് അതൊരു പ്രാക്ടീസ് ആക്കി എടുക്കുക. ഇനി എല്ലാവർക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഡൗട്ടാണ് ഏതൊക്കെയാണ് നല്ല കമ്പനീസ് എന്നുള്ളത്. സോ നമുക്ക് കമ്പനീസിനെ കുറിച്ചിട്ട് നോക്കാം. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഏതാണ് നല്ല കമ്പനി എന്നുള്ളത്. അതായത് ഒരു ഏജന്റിനും നിങ്ങൾ പണം കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്തിട്ട് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല കമ്പനീസിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ആംഗ്ലോ ഈസ്റ്റേൺ ഷിപ്പ് മാനേജ്മെന്റ് ഏറ്റവും മികച്ച ട്രെയിനിങ് നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ആംഗ്ലോ ഈസ്റ്റേൺ. നെക്സ്റ്റ് സിനർജി മെറൈൻ ഗ്രൂപ്പ്. ഒരുപാട് മലയാളികൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ ഫ്ലീറ്റ് മാനേജ്മെന്റ്, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, മേഴ്സ്ക് ലൈൻ, സെവൻ ഐലൻഡ് ഷിപ്പിംഗ്. ഇത്തരം കമ്പനികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് അവരുടെ ഷിപ്പിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യാനും ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പാവുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് കുറച്ച് മെയിൻ ആയിട്ടുള്ള കമ്പനീസ്. ഈ ഒരു കമ്പനീസിനൊക്കെ നിങ്ങളെ സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് കഴിഞ്ഞ ഉടനെ സർട്ടിഫിക്കേഷൻ ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ സ്പോൺസർഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും മടിക്കണ്ട. അതായത് കുറെ ചേച്ചി വീഡിയോ ചെയ്തല്ലോ സ്പോൺസർഷിപ്പിനെ കുറിച്ചിട്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്നിട്ടും ഇനി നമ്മൾ കമന്റ് ചെയ്തിട്ട് ഓരോ ഡൗട്ട് ചോദിക്കുന്നത് ശരിയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടോ, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഇനി ഇതുപോലെ ഏതെങ്കിലും മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. സോ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ, അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ മെർച്ചന്റ് നേവിയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.